നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? മാനിഫെസ്റ്റേഷൻ എന്നത് ശരിക്കും ട്രൂത്ത് ആണോ, അതോ വെറും ഒരു ഇമാജിനേഷനോ? ഇന്നത്തെ വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. സോ നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ലൈഫ് വിസ്റ്റ. സോ വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ? എന്താണ് മാനിഫെസ്റ്റേഷൻ? സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഇമോഷണലി ഫീൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഗ്രാജുവലി ആകർഷിക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതിൽ ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫീൽ ചെയ്യുക. നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നമുക്ക് നടന്നതായിട്ട് ഫീൽ ചെയ്യുക. എനിക്കിപ്പം ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കാര്യം അച്ചീവ് ചെയ്യണം. സോ അത് അച്ചീവ് ചെയ്തു എന്നുള്ളതായിട്ട് ചിന്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് അച്ചീവ് ചെയ്തു, എനിക്കത് കിട്ടി എന്നുള്ളത് ഫീൽ ചെയ്യുക. അങ്ങനെ ആ ഒരു വിജയം ഫീൽ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആക്ഷൻസ്. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും. സോ അറ്റ് ദ ലാസ്റ്റ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ റിസൾട്ട്. സോ ആദ്യം ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുക, പിന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ദെൻ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. സോ ഈ ഒരു ചെയിനാണ് നമ്മൾ ആക്ച്വലി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടേ ഉണ്ടാവുള്ളൂ. പകരം നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പോസിറ്റീവ് റിസൾട്ടേ ഉണ്ടായിരിക്കുള്ളൂ. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ആക്ഷൻസും അടങ്ങുന്നതാണ്. അതാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ചിലർക്കൊക്കെ തോന്നും മാനിഫെസ്റ്റേഷൻ മാജിക് ആണോ അല്ലെങ്കിൽ മിത്താണോ എന്നൊക്കെ. പക്ഷെ മാനിഫെസ്റ്റേഷൻ മാജിക്കോ മിത്തോ ഒന്നുമല്ല. നിങ്ങളൊരു ഗോള് നിങ്ങൾക്ക് മനസ്സിൽ സെറ്റ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡ് അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും. അതായത് ഇപ്പം എനിക്കൊരു ജോലി വേണം, അപ്പം നമ്മൾ ഇങ്ങനെ ജോലി വേണം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങും. സോ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളിനനുസരിച്ചിട്ട് നമ്മളെ മൈൻഡ് മാറും. അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് മൈൻഡ് കാണാൻ തുടങ്ങും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എടുക്കുക, 2 പേര് ജോലി നോക്കുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും. മറ്റേ ആളോ, അയ്യോ എനിക്ക് ജോലി കിട്ടുന്നില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ശരിയാകുന്നില്ല. രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അതെന്ന് പറഞ്ഞിട്ട് പ്രോബ്ലങ്ങൾ കാണാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആണെങ്കിൽ എന്ത് പറയും, ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് എടുക്കുന്നത്. മറ്റേ ആൾ എന്ത് ചെയ്യും, ആൾ മൈൻഡ് സെറ്റാക്കി വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഗോൾ സെറ്റാക്കി വെച്ചേക്കുവാണ്, എനിക്ക് ജോലി വേണം. സോ അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടിരിക്കും. ആ നോക്കുന്ന ആളുകൾക്ക് അത് കിട്ടുകയും ചെയ്യും. മറ്റേ ആൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണും. സോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. സോ അത് മനസ്സിലാക്കുക. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളിനനുസരിച്ച് നമ്മളുടെ മൈൻഡ് ചേഞ്ച് ആവും. അതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. മാനിഫെസ്റ്റേഷന്റെ ബേസ് അല്ലെങ്കിൽ കോർ കൺസെപ്റ്റ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അല്ലെ? ഇഷ്ടത്തെ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ എനർജി റേഡിയേറ്റ് ചെയ്യുന്നു, അതുപോലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സന്തോഷങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് വരിക. അതല്ല നിങ്ങൾക്കൊരു പേടിയുള്ള മൈൻഡോ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്ന മൈൻഡോ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും വരിക. പേടിയാണെങ്കിൽ നമുക്ക് ആ പേടി കൂട്ടുന്ന അല്ലെങ്കിൽ പേടിയുള്ള സാഹചര്യങ്ങൾ തന്നെയായിരിക്കും, പ്രോബ്ലംസ് തന്നെയായിരിക്കും നമുക്ക് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക. ഇൻ കേസ് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾക്കും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയായിരിക്കും വരും. യൂണിവേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. സോ അതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ മാറി നിൽക്കുക. സോ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോവാന്ന് വിചാരിക്കാം. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താവും, നമ്മളുടെ ബോഡി ലാംഗ്വേജ് മാറും, നമ്മളുടെ കോൺഫിഡൻസ് കുറയും, അല്ലേ? നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എല്ലാം പറയാൻ പറ്റാതെ വരും, അല്ലേ? സോ അതിന് പകരം എനിക്ക് ജോലി കിട്ടും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും, അല്ലേ? റിസൾട്ടും സ്വാഭാവികമായിട്ടും ചേഞ്ച് ആവും.
അതെന്തുകൊണ്ടാണ്? നമ്മളുടെ മൈൻഡ് സെറ്റ് കാരണമാണ്. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മാനിഫെസ്റ്റേഷന്റെ സ്റ്റെപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ്, റിസൾട്ട്. അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ള 3 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ക്ലാരിറ്റി, ബിലീഫ്, ആക്ഷൻ. നേരത്തെ പറഞ്ഞായിട്ടുള്ള സെയിം സ്റ്റെപ്സ് ആണ്, പക്ഷെ നമ്മൾ പറയുമ്പം അത് വ്യത്യസ്തമാണ്. അതായത് ക്ലാരിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ തോട്ട്സ് പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. അത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. നമ്മളുടെ ഗോൾസ് ശക്തമാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് ബിലീഫ്. ഇത് പോസിബിൾ ആണെന്ന് വിശ്വസിക്കണം. എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ സ്വാഭാവികമായിട്ടും സ്ലോ ആവും അല്ലേ? നമുക്ക് നമ്മളുടെ ഒരു കാര്യത്തിൽ ഡൗട്ട് ആണെങ്കിൽ ആ ഒരു കാര്യം ഗ്രാജുവലി അതിന്റെ ഒരു എഫക്റ്റ് കുറയാൻ തുടങ്ങും. സോ എപ്പോഴും അതിലൊരു ബിലീഫ് ഉണ്ടായിരിക്കണം. മാനിഫെസ്റ്റേഷനിൽ കംപ്ലീറ്റ് ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം. പിന്നെന്ന് പറയുന്നതാണ് ആക്ഷനാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സിറ്റിംഗ് ആൻഡ് വിഷിംഗ് മാത്രമല്ല, ഇൻസ്പയർഡ് ആക്ഷനും അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം. അതായത് എനിക്കിപ്പം നല്ലൊരു റണ്ണറാവണം അല്ലെങ്കിൽ നല്ലൊരു അത്ലറ്റ് ആവണം. അത് നമ്മൾ ഇരുന്നിട്ട് വിഷ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കണം. നമ്മളാവും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും വേണം. സോ അതാണ് 3 മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാനുള്ള 3 സ്റ്റെപ്സ് ആണിത്. സോ അത് ഓർത്ത് വെക്കുക: ക്ലാരിറ്റി, ബിലീഫ് ആൻഡ് ആക്ഷൻ. സോ മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം മിസ്റ്റേക്സ് വരുത്തും. സോ ആ കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെ പറ്റി നമ്മൾ തന്നെ മോശം പറയും, അല്ലെങ്കിൽ എനിക്കത് സാധിക്കില്ല, അയ്യോ എനിക്കത് അറിയില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കുക. സോ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് എന്ന വാക്കായിരിക്കും ഇതിന് കൂടുതലും ചേരുക. സോ നമുക്ക് നല്ല രീതിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, എനിക്കത് പറ്റും, എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് ആരെ കൊണ്ട് പറ്റാനാണ്. സോ അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഇംപേഷ്യൻസ്. പെട്ടെന്നുള്ളൊരു റിസൾട്ട് ഒരു കാര്യങ്ങളിലും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഗ്രാജുവലി ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ആ ഒരു റിസൾട്ട് നമ്മളിലേക്ക് എത്തേണ്ടത് ആ ഒരു കറക്റ്റ് ടൈമിൽ ആ റിസൾട്ട് നമ്മളിലേക്ക് എത്തിയിരിക്കും. പേഷ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് കമ്പയർ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാനൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരു കാര്യം വേറൊരാൾക്ക് കിട്ടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾക്ക് ഇപ്പം കൂടുതലും നല്ലത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാനിവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് കമ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. സോ അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഓരോ പേഴ്സണും യുണീക്കാണ്. സോ ഒരിക്കലും നമ്മളെ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നെക്കാട്ടും ബെസ്റ്റ് വേറൊരാളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു തോട്ടിൽ മുന്നോട്ട് പോവുക. പിന്നെ വരുന്നൊരു കാര്യമാണ് ആക്ഷൻ ഒന്നും ചെയ്യില്ല, പക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ എക്സാമിന് ജയിക്കണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും, പക്ഷെ ഞാൻ പഠിക്കാതെ ജയിക്കോ? ഇല്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ? സോ അതേപോലെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആക്ഷൻ കൊടുക്കുക. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആക്ഷൻ കൊടുക്കുക, റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. മാനിഫെസ്റ്റേഷൻ പറയുന്നത് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. സോ പേഷ്യൻറ്റും കൺസിസ്റ്റൻറ്റും ആയിരിക്കാം. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പേഷ്യൻ്റ് ആയിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, റിസൾട്ട് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഹൗ ടു സ്റ്റാർട്ട് മാനിഫെസ്റ്റേഷൻ. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ പറ്റുന്നത്? ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സിനോടാണ് പറയുന്നത് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മെയിൻ കാര്യമാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറഞ്ഞു, സോ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എഴുന്നേറ്റ പാടെ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക, അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുക. നമ്മൾക്ക് നല്ലൊരു പ്രഭാതം നൽകിയതിന്, നല്ലൊരു ധനം നൽകിയതിന് നമ്മൾ നന്ദി പറയും. സോ മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ ഒരു പോസിറ്റീവ് സൈഡാണ് എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക. എല്ലാവരോടും നന്ദി പറയുക. നമ്മളോടൊരു ചെറിയ കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിലും അവരോട് താങ്ക് യു പറയുക. അതിലൊരിക്കലും മടിക്കരുത്. ഒരാളോട് നന്ദി പറയാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാനിഫെസ്റ്റേഷനിൽ പറയുന്നത്. സോ മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ ആണ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവ് അഫർമേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. സോ നെഗറ്റീവ് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. തേർഡ് വൺ ആണ് വിഷ്വലൈസേഷൻ.
നമ്മൾക്ക് കിട്ടേണ്ട ഗോൾസ് ഇമാജിൻ ചെയ്യുക. അതായത് എനിക്കിപ്പം യൂട്യൂബിൻ്റെ ഒരു സിൽവർ പ്ലേ ബട്ടണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എനിക്ക് കിട്ടുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അത് ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യാം. സോ നമ്മളുടെ ഗോൾസ് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതായത് വിഷ്വലൈസ് ചെയ്യുക. ദെൻ ആക്ഷൻസ്, സ്മോൾ ആക്ഷൻസ് ഡെയിലി. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദിവസവും ചെറിയൊരു പടി എടുത്ത് വയ്ക്കുക. സോ ആ ഒരു ചെറിയ പടിയാണ് പിന്നീട് വലുതിലേക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത്. സോ ദിവസവും നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കാര്യം ചെയ്യാം. മാനിഫെസ്റ്റേഷൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസിസ്റ്റൻസിയാണ്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ഒരിക്കലും മടി പിടിക്കാതിരിക്കുക. ലേസിനെസ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. സോ അത് ഉറപ്പായിട്ട് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും റാൻഡം ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലാവുന്നത്. സോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫ് ഉറപ്പായിട്ടും മാറും. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.